മനോഹരമായ ദിവസത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ജീവിത പ്രശ്നങ്ങൾ കൊണ്ടും അതുപോലെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടും ചിലപ്പോൾ നമ്മളൊന്ന് പതറിപ്പോയേക്കാം. പക്ഷേ ഇവിടെ നമ്മളെ ശക്തീകരിക്കുന്നത് മനുഷ്യർ പറയുന്ന കാര്യത്തിലല്ല, ദൈവം നമ്മളോട് എന്ത് പറഞ്ഞു എന്നുള്ള ആ ഒരു വചനത്തിലാണ് നമുക്ക് ശക്തി ലഭിക്കുന്നത്. ഇവിടെ സങ്കീർത്തനം 16-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം വചനഭാഗമായി നമ്മൾ ധ്യാനിക്കുന്നത്. നമ്മൾ പലതവണ കേട്ട ഈ ഒരു വചനം ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന അർത്ഥമൊന്ന് നോക്കാം. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. ഇവിടെ പ്രശ്നമില്ലെന്നല്ല, പ്രതിസന്ധിയില്ലെന്നല്ല, ഞാൻ പക്ഷേ കുലുങ്ങിപ്പോവുകയില്ല. കാരണം യഹോവയെ ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ തീർച്ചയായിട്ടും പറയേണ്ട ഒരു വചനഭാഗം, ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. പക്ഷേ നമ്മുടെ സാഹചര്യം എന്തുവാണ്? കുലുങ്ങിപ്പോകുന്ന സാഹചര്യമാണ്. പക്ഷെ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. കാരണം കർത്താവിനെ ഞാൻ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുക. അപ്പോൾ കർത്താവ് ഓരോ കാര്യത്തിലും നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരും. രാത്രിയുടെ യാമത്തിൽ പോലും ദൈവാത്മാവ് നമ്മുടെ അന്തരംഗങ്ങളിൽ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ഈ ഭാഗ്യാവസ്ഥ ആർക്കാണ് കിട്ടുന്നത്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് കിട്ടുന്ന ഭാഗ്യാവസ്ഥയാണ് ഇത്. ഇന്ന് നിങ്ങൾ സ്വീകരിക്കുക. ദൈവം ഈ വചനത്താൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.